ഓട്ടോ ഫ്രൈസ് ആണെങ്കിൽ ജയിക്കാൻ പോകല്ലോ. ഞാൻ ഇവിടുത്തെ സേവാ സമിതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഞാനിന്ന് പുലർച്ചയ്ക്ക് ഏകദേശം ഒരു 3:30 കൂടിയാണ് വാട്സപ്പിൽ ഈ മെസ്സേജ് കണ്ടത്. അന്നേരം ഇവിടെ വന്ന് നോക്കുമ്പം ഭയങ്കര ഭയാനകമായൊരു അന്തരീക്ഷമാണ് ഉള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നാട് മുഴുവൻ നടന്നിട്ട് കുറേ പുസ്തകമുണ്ട്. 1000-ൻ്റെ അടുത്ത് ബുക്ക് ഇവിടെ ഉണ്ട്. ആ അലമാരേൻ്റെയൊക്കെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് പുസ്തകം മുഴുവൻ ഇവിടെ ചിന്നിച്ചേറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മണ്ഡപം ഇവിടെ എല്ലാ കൊല്ലവും പൂജ ആഘോഷം നടത്തുന്ന ഒരു മണ്ഡപം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് മറച്ചിട്ടുണ്ട്. പിന്നെ റൂമിലേക്കുള്ള ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നിലത്ത് മുഴുവൻ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ സേവാ സമിതി എന്ന് വെച്ചാൽ ഒരു സേവാ പ്രവർത്തനം മാത്രമാണ് ഇവർ നടത്തുന്നത്. നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് കൊടുക്കും. അങ്ങനെയുള്ള രോഗികൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഒരു 10-25 വർഷത്തോളമായി ഇവിടെ സമിതിയായിട്ടുള്ള ബന്ധമുണ്ട് എനിക്ക്. ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ നേരെ ഒരു കാര്യത്തിനും വേണ്ടി പോയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് BJP ജയിക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ സരീഷിന് വേണ്ടി നല്ലോണം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോയിട്ട് നല്ല രീതിയിൽ മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. പക്ഷേ അതിന് ഇങ്ങനെയൊരു ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഒന്നായിട്ട് അടിച്ച് പൊളിച്ച് താർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. ജനലായാലും മണ്ഡപമായാലും ഒക്കെ അടിച്ച് താർത്തിട്ടിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ഇലക്ഷൻ ജയിച്ചപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ പടകം പൊട്ടിച്ച് എറിഞ്ഞിട്ടുണ്ട്. ചേമഞ്ചേരിയിലെ പ്രവർത്തിച്ചു വരുന്ന സജീഷ് ഉണ്ണി ശ്രീത്തുമണി സ്മാരക ട്രസ്റ്റില് ഇന്നലെ CPIM-ന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ വിരോധമാകാം ഈ അക്രമത്തിനെന്ന് കരുതുന്നു. എന്നിരുന്നാലും ഈ അക്രമം അഭിനയം തന്നെയാണ്. എൻ്റെ 2 സഹോദരങ്ങളുടെ പേരിൽ നടത്തുന്ന സ്ഥാപനമാണിത്. ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ സതീഷ് കുട്ടപ്പന് വേണ്ടി ഞങ്ങളിവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ഇവിടെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു തരത്തിലും രാഷ്ട്രീയം നോക്കാതെയാണ് ഞങ്ങൾ സേവന പ്രവർത്തനം നടത്തുന്നത്. ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒരു സരസ്വതി ക്ഷേത്രം പോലെ കരുതേണ്ട ഈ ലൈബ്രറിയൊക്കെ ഞാൻ കണ്ടാലറിയാം. കുട്ടികൾ എത്രയോ കഷ്ടപ്പെട്ട് ഓരോ വീട് തോറും നടന്ന് ശേഖരിച്ച് വെച്ച പുസ്തകങ്ങളാണിത്. അതേപോലെ തന്നെ സുമനസ്സുകൾ അവരുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയ പുസ്തകങ്ങളാണ്. അത് ഇവിടെ കരിയോല വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നവരാത്രിക്ക് പൂജിക്കുന്ന മണ്ഡപമാണ് ഇവിടെ മറച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഇത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളിതിന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതായിരിക്കും. ചേമഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചുഴിക്കാട്ട് സേവാ സമിതിയിൽ കഴിഞ്ഞ രാത്രി ഏകദേശം 2:30 വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റും. അക്രമകാരി ആരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ വാർഡ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന CPM നിന്നുമാണ് ഈ വാർഡ് പിടിച്ചെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ളൊരു അതിക്രമം? കാരണം ഇവിടെ വെച്ചിട്ടാണ് പ്രവർത്തനത്തിൻ്റെ എല്ലാ ഏകോപനവും സംഭവിച്ചിട്ടുള്ളത്. ഈ വാർഡ് പിടിക്കാനുള്ള എല്ലാ ഒരുക്കൂട്ടുകളും നടന്ന ഒരു പ്രദേശമാണിത്, പ്രത്യേകിച്ച് ഈ സമിതി. അതുകൊണ്ട് തന്നെ ഈ സമിതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പാർട്ടി മുന്നോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ പ്രവർത്തനത്തെ ബാധിക്കുമെന്നോ ആയിട്ടുള്ള ചില വിവരദോഷികളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണോ ഇത് സംഭവിച്ചുള്ളത് നമുക്ക് സംശയിക്കാം. നമസ്കാരം. ഇത് ചുഴിക്കാട്ട് പ്രവർത്തിക്കുന്ന സേവാ സമിതിയാണ്. സജീഷ് ഉണ്ണി ശ്രീത്തുമണി
വർഷങ്ങളായി 10-20 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒട്ടനവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള സ്ഥാപനം. ആ സ്ഥാപനത്തെ ഇന്നലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ BJP ജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വിരളി, അതാണ് ഇതിലേക്ക് കലാശിച്ചത്. വാർഡ് നഷ്ടപ്പെട്ടു, 7, 8, 9 വാർഡുകൾ നഷ്ടപ്പെട്ടു, പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായൊരു വിരളിയാണ് ഈ സ്ഥാപനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ആവശ്യപ്പെടാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട്, ആ റിസൾട്ടുണ്ടാക്കിയ ഒരു പ്രത്യാഘാതമായിരിക്കും ചേമഞ്ചേരിയിലെ സജീഷ് ഉണ്ണി സ്മാരക സേവാ സമിതിയുടെ ഓഫീസും ഗ്രന്ഥശാലയൊക്കെ അടിച്ചു പൊട്ടിക്കാൻ ഈ സാമൂഹ്യ ദ്രോഹികളെ പ്രേരിപ്പിച്ചത്. തികച്ചും സമാധാനപരമായ ജീവിതം നടത്തുന്ന ഒരു പ്രദേശമാണ് ചേമഞ്ചേരി. മറ്റു പ്രദേശങ്ങൾക്ക് മാതൃക എന്ന നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന പ്രദേശത്ത് വളരെ ബോധപൂർവം ആക്രമണങ്ങൾ നടത്തി അന്തരീക്ഷം കലുഷിതമാക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് ഇതിനെ നോക്കിക്കാണാൻ കഴിയുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിൽ ഗ്രന്ഥശാലകൾ ചെയ്യുന്ന സേവനം, അത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി ഓടി മറയുന്ന ആളുകൾ, അവരെ സമൂഹം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ശുദ്ധ തമ്മാടിത്തമാണ് ഈ സേവാസമിതിയിൽ വന്ന് ഈ സാമൂഹ്യ വിരുദ്ധര് കാഴ്ചവെച്ചത്. പോലീസ് വളരെ അടിയന്തരമായിട്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയം അത് ആശയപരമായ സംഘടന. വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകൾ ആ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ആ റിസൾട്ട് വരുന്നതോടുകൂടി അത് അവസാനിച്ചു. പക്ഷേ റിസൾട്ടിന് ശേഷവും ഒരു പ്രദേശത്ത് അന്തരീക്ഷം കലുഷിതമാക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ മന്ദിരം തച്ചു തകർത്തതും. ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾ പരിസരത്ത് വീടുകളിൽ പോയി സമാഹരിച്ച ഗ്രന്ഥങ്ങൾ പോലും കരിയോയിൽ വെച്ച് നശിപ്പിക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ നടപടിയെ ഇവിടെ നടത്തിയ ഈ അക്രമകാരികൾ അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹി നടത്തിയ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ UDFൻ്റെ ചേമഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ ശക്തമായിട്ട് അപലപിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടെ. ടെമ്പിൾ നടന്നു കാണല്ലേ, ഒരു സേവാസമിതി വന്നതില്ലേ. CPMലെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കാണിച്ചു കൂട്ടിയ ഈ ആക്രമണത്തിൽ BJP ശക്തമായി പ്രതിഷേധിക്കുന്നു. ജനാധിപത്യ രീതിയിലുള്ള BJPയുടെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും ഇതിനെതിരെ ഉണ്ടാകും. അക്രമം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു ദുസ്സൂചന. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭീഷണിക്കും അക്രമത്തിനൊന്നും വഴങ്ങുന്ന ഒരു രാഷ്ട്രീയമല്ല. ചേമഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ശക്തമായി വേറിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ CPMൻ്റെ ഭീഷണിക്ക് വഴങ്ങി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ കരുതുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി.
കാരണം യാതൊരുവിധ രാഷ്ട്രീയമായ എതിരായ നിലപാടുകളുള്ളപ്പോൾ പോലും കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തോട് പിടിച്ചു നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗത രാഷ്ട്രീയം വഴിമാറുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അവർ വിനിയോഗിച്ച വോട്ടവകാശം ആ മുന്നണി കേന്ദ്രീകൃത രാഷ്ട്രീയത്തെ തിരസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുമ്പോൾ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് അവരണികളെ പിടിച്ചു നിർത്താനുള്ള ഒരു രാഷ്ട്രീയ നിലപാട്. ചുള്ളിക്കാട്ട് സേവാസമിതിയിൽ ഇന്നലെ രാത്രി പുലച്ചയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ BJP 7ാം വാർഡ് ജയിച്ചതിൻ്റെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സങ്കടത്തിലോ ആയിരിക്കില്ല ഈ ഒരു അക്രമം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട്. കാരണം ഒരു സേവാസമിതി എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അമ്മമാർ, കുട്ടികളൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ലൈബ്രറി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ജെല്ല് അടിച്ചു തകർത്ത് പിന്നെ കരിഞ്ഞോലൊഴിച്ച് ഒരു സാംസ്കാരിക നിലയത്തിനോട് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യരുതാതോ അതാണ് ഇവിടെ CPM ഗുണ്ടകൾ ചെയ്തിരിക്കുന്നത്. ഇത് ലൈബ്രറി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലന്തം കമ്മിക്ക് മാത്രമേ സാധിക്കുക ലൈബ്രറി നശിപ്പിക്കാൻ, അല്ലാണ്ട് ഒരു പുസ്തകത്തിനോട് ദേഷ്യം ആർക്കെങ്കിലും ഉണ്ടാവും. അതാണ് ചെയ്തത്. കാലാകാലങ്ങളായിട്ട് ഇവർ ജയിച്ചിരുന്നതാണ്. 30-40 കൊല്ലമായിട്ട് ഈ വാർഡിൽ CPM ജയിച്ചിരുന്ന വാർഡിൽ ഇതേപോലെ തന്നെ BJP ഈ പ്രാവശ്യം ജയിച്ചപ്പോൾ മാത്രം ഇവർക്ക് അസഹിഷ്ണുത പൊട്ടിപ്പോയി. വളരെ വലിയ രീതിയിൽ വർഗീയ പ്രചരണങ്ങളെയും എല്ലാത്തിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് BJP ഈ ഇവിടെ വാർഡ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം BJP വളരെ നേരിയ വ്യത്യാസം തോറ്റപ്പോൾ BJP ഇങ്ങനെ ഒരു അക്രമം ഇവിടെ നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ട് BJPക്ക് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? പക്ഷെ ഞങ്ങളുടെ സംസ്കാരം അതല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ അക്രമത്തിന് ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിന് ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതിൻ്റെ നടപടിയായിട്ട് BJP മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് കല്ലിട്ടിട്ട് പിന്നെ ജനത്തെ ഗ്ലാസ് പൊട്ടിച്ചിട്ട്